ഇപ്പോൾ ചുരത്തില് ഗതാഗത തടസ്സമുണ്ടെന്നുണ്ടെങ്കിൽ കേബിൾ കാറുകളെ ആശ്രയിക്കാം. പ്രായമായവരോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കേബിൾ കാർ, സ്ഥിരമായിട്ടൊരു കേബിൾ കാറിന്റെ ഒരു സിസ്റ്റം തന്നെ അവിടെ രൂപപ്പെടുത്തിയെടുക്കാം, ഒരു മലയിൽ നിന്നും മറ്റൊരു മലയിലേക്ക് ഒക്കെ. ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ തുരങ്കപാത വരുന്നതോടുകൂടി വയനാടിന്റെ റിയൽ എസ്റ്റേറ്റ് വാല്യൂ വളരെയധികം വർദ്ധിക്കും. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അതാണ് വയനാട് ഉള്ളവരെയും ഒരു താല്പര്യം ഇതിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. കാരണം ടൂറിസം പൊട്ടൻഷ്യൽ വളരെയധികം വർദ്ധിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. വൈദ്യസഹായത്തിന് വേണ്ടിയുള്ളത് മാത്രമല്ല. തീർച്ചയായിട്ടും ഞാൻ വയനാടുള്ള ആളുകളോടൊപ്പം തന്നെയാണ്. ഏറ്റവും നല്ലത് അവിടെ ഒരു കേബിൾ കാർ സംവിധാനം തന്നെയാണ്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മലയിൽ നിന്നും രാവിലെ ജോലിക്ക് പോകുന്നത് കേബിൾ കാറിലാണ് പോകുന്നത്. ഒരു മലയിൽ നിന്നും മറ്റൊരു മലയിലുള്ള ഇത്തരത്തിലുള്ള ഇടത്തേക്ക് കേബിൾ കാറിലാണ് പോകുന്നത്. ഇവിടെ ഏറ്റവും ആശാസ്യമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബദൽ സംവിധാനങ്ങളാണ്. ഈ രീതിയിൽ ഈ കമ്പനിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം ആൾനാശവും സാമ്പത്തിക നാശവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തുരങ്കപാത നിർമ്മാണം നടക്കുമ്പോഴും അതിനുശേഷവും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും. കാരണം കാലാവസ്ഥ അതിതീവ്രമായി മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലവർഷകാലത്ത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ ധാരാളം ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പറയുകയാണ്, അടുത്ത 1.5 മാസം, അതായത് ഏകദേശം ഒരു 6 ആഴ്ചക്കാലം നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം അത്രയും പൊട്ടൻഷ്യൽ നിലനിൽക്കുകയാണ്, മഴയ്ക്കുള്ള പൊട്ടൻഷ്യൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വയനാടുള്ളവർ മറ്റു മലമ്പ്രദേശങ്ങളിലും, അപ്പോൾ ഇടുക്കിയിലും നല്ല മഴക്കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മഴയ്ക്കുള്ള പൊട്ടൻഷ്യൽ നിലനിൽക്കുന്നുണ്ട്. ബിലോ നോർമൽ മൺസൂണാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും എങ്ങനെ പെയ്യും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം പെട്ടെന്ന് പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കേരളം വളരെ വൾണറബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനാണ് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത്. എക്കോളജിക്കലി സെൻസിറ്റീവ്, ഏറ്റവും എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സോണിലാണ് ഈ രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഭാവി പ്രവർത്തനങ്ങൾ ആലോചിക്കുക. അവിടുത്തെ വയനാടുള്ള ജനങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഗൗരവമായിട്ട് തന്നെ എടുക്കുക. കാരണം ഞങ്ങൾക്ക് ഇത്രയൊക്കെ ഇതിനകത്ത് ഇടപെടൽ നടത്താൻ കഴിയുള്ളൂ. ഇതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് സർക്കാരും ഉദ്യോഗസ്ഥരും കോടതിയും ഒക്കെ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല ഇതിന്റെ ഏജൻസീസും. അവര് ഇതിന്റെ കൃത്യത പരിശോധിച്ചിട്ട് മാത്രമേ ഇത് തുടർ നടപടികൾ, ഈ തുരങ്കവുമായിട്ട് ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നതാണ് എൻ്റെ അഭ്യർത്ഥന.